ഇറങ്ങി പോകുന്ന ഒരു നല്ല യാത്ര നിനക്ക് വേണോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഈമാൻ വർദ്ധിക്കാറുള്ള, ഈമാൻ പ്രകാശിപ്പിക്കാറുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയോ സഹാബാ? നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും ദുആ ചെയ്യുമല്ലോ. നമ്മളൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, പടച്ചവനെ സ്വർഗ്ഗം തരണേ, അല്ലാഹുവേ ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം തരണേ, അല്ലാഹുവേ നല്ല മക്കളെ തരണേ, സാലിഹത്തായ ഭാര്യയെ തരണേ, കച്ചവടത്തിൽ ബർക്കത്ത് തരണേ, നല്ല മരണം തരണേ, ഖബറിന്റെ അകത്ത് രക്ഷപ്പെടുത്തണേ. എല്ലാവരും ദുആ ചെയ്യുമല്ലോ, എല്ലാവരും ദുആ ചെയ്യുമല്ലോ. പക്ഷേ ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? പടച്ച റബ്ബേ, എന്റെ ഈമാൻ നീ വർദ്ധിപ്പിച്ച് തരണേ അല്ലാഹ്, എന്റെ ഈമാൻ വർദ്ധിപ്പിച്ച് തരണേ അല്ലാഹ്. ആരെങ്കിലും ദുആ ചെയ്യാറുണ്ടോ? ആരെങ്കിലും ദുആ ചെയ്യാറുണ്ടോ? പക്ഷേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഇന്ന ഈമാന യഖ്ലുഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലുഖു സൗബ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നമ്മൾ ശരീരത്തിൽ ധരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ഈ വസ്ത്രം അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് മുലുമ്പിക്കുമല്ലോ, ഈ വസ്ത്രങ്ങൾ കീറുമല്ലോ, ഇതാ പൊടിഞ്ഞു തുടങ്ങുമല്ലോ. അതുപോലെ മനുഷ്യന്റെ ഈമാൻ മുലുമ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ആയിഷ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് കസീറൻ മാ യദഊന യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഖുൽതു യാ റസൂലല്ലാഹ് أكثروا وما أكثر ما يدعون بهذه الدعاء. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവേ എന്റെ ഈമാൻ വർദ്ധിപ്പിച്ച് തരണേ അല്ലാഹ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നബിയേ. എന്തിനാണ് ഇങ്ങനെ ദുആ ചെയ്യുന്നത്? യാ മുകല്ലിബൽ ഖുലൂബ്, അല്ലാഹുവേ അല്ലാഹുവേ എന്റെ ഹൃദയത്തെ ഈമാനിൽ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ, എന്റെ ഈമാനിൽ വർദ്ധനവ് തരണേ അല്ലാഹ്, എന്റെ ഈമാനിൽ വർദ്ധനവ് തരണേ അല്ലാഹ്. എന്തിനാണ് നബിയേ ദുആ ചെയ്യുന്നത്? എപ്പോഴും ദുആ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ലൈസ മിൻ ഖൽബി ഇല്ലാ വഖൽബുഹു ബിയദിഹിൽ ഇസ്ബഈർ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, എല്ലാവരുടെയും ഹൃദയം അല്ലാഹുവിന്റെ കയ്യിലാണ്, എല്ലാവരുടെയും ഈമാൻ അല്ലാഹുവിന്റെ കയ്യിലാണ്. ആയിഷ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ഈമാനിൽ വർദ്ധനവ് നൽകുകയാണ്, അല്ലാഹു അവരുടെ ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവരുടെ ഈമാൻ അല്ലാഹു കുറച്ചു കളയുമെന്ന് മുത്തുനബി അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, നീ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. പണം കിട്ടാനല്ല, അധികാരം കിട്ടാനല്ല, സ്വർഗം കിട്ടാനല്ല, നല്ല മരണം കിട്ടാനല്ല, ഹജ്ജിന് പോകാനല്ല. നീ അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചെയ്യേണ്ട ദുആ എന്തെന്നറിയുമോ? അല്ലാഹുവേ എന്റെ ഈമാനിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, എന്റെ ഈമാൻ നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. റബ്ബനാ, അല്ലാഹുവിനോട് നിങ്ങൾ എപ്പോഴും ദുആ ചെയ്തോ? ഏത് ദുആയാണ്? അല്ലാഹുവിന്റെ റസൂൽ റബ്ബനാ ലാ
قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നു. അങ്ങനെ ദുആ ചെയ്തു നിന്റെ ഈമാനെങ്ങാണ് മുറച്ചു പോയാൽ, നിന്റെ ഈമാനെങ്ങാണ് വർദ്ധിച്ചു പോയാൽ പിന്നെ ഏത് പീഡനവും നിന്റെ മുന്നിലൊന്നുമല്ലടാ. എത്ര വലിയ പീഡനങ്ങളാകട്ടെ, എത്ര വലിയ ത്യാഗങ്ങളാകട്ടെ, എത്ര വലിയ പ്രലോഭനങ്ങളാകട്ടെ, പടച്ചവനെ എന്ത് ചെയ്താലും നിന്റെ ഈമാനിനെ തട്ടിക്കളയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. നിന്റെ ഈമാൻ പടച്ചവനെ ശൈത്താൻ പോലും പരാജയപ്പെട്ടു പോകുമടാ നിന്റെ ഈമാനിന്റെ മുന്നില്. അതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസ് പടച്ചവനോട് പറഞ്ഞു, അല്ലാഹ് നിന്റെ അടിമകളെ നാം നശിപ്പിക്കും തമ്പുരാന്. ഈ ഭൂമിയിലെ ഏറ്റവും വൃത്തികെട്ടവരായി പടച്ചവനെ നിന്റെ അടിമകളെ നാം മാറ്റുമെന്ന് പറഞ്ഞപ്പോ അല്ലാഹ് പറഞ്ഞു, ഇല്ലടാ, എല്ലാവരെയും പിഴപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലടാ. എനിക്ക് ചില അടിമകളുണ്ടടാ, എനിക്ക് ചില ഇഷ്ടദാസന്മാരുണ്ടടാ. നീ എന്ത് ചെയ്താലും അവരുടെ മുന്നിൽ തോറ്റുപോകുമടാ, നീ നാണം കെട്ടുപോകുമടാ, നീ പരാജയപ്പെട്ടു പോകുമടാ. ഇത് അല്ലാഹു പറഞ്ഞതായി ഖുർആനിൽ കാണാം. എന്റെ പ്രിയമുള്ളവര്, ആ കൂട്ടത്തിലാണ് നമ്മൾ പെടേണ്ടത്. ആ കൂട്ടത്തിലാണ് എന്ത് ചെയ്താലും ഇബ്ലീസ് പോലും തോറ്റുപോകുന്ന അടിമകളില്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പെടണം. അല്ലാഹുവേ, ഒരായുഷ്കാലം മുഴുവൻ ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ ശൈത്താൻ നമ്മളെ പിഴപ്പിക്കാൻ നോക്കിയിട്ട് അവസാനം സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മുന്നടിച്ചുകൊണ്ട് ആ പിടഞ്ഞുകൊണ്ട് കിടക്കുന്ന സമയത്ത് പോലും അല്ലാഹുവേ വളഞ്ഞ വഴിയാണവൻ നോക്കുന്നത്. അവൻ വരുന്നത് നിന്റെ മരിച്ചുപോയ വാപ്പാടെ രൂപത്തിലാ. ചെറുപ്പക്കാരാ, എല്ലാ വഴിയിലും അവൻ പരാജയപ്പെട്ടിട്ട് അവസാനം ഈ സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിക്കുമ്പോ മരിച്ചുപോയ നിന്റെ ഉമ്മാടെ രൂപത്തില് കയ്യിൽ വെള്ളവും പിടിച്ചുകൊണ്ട് ശപിക്കപ്പെട്ടവൻ അടുത്തേക്ക് വരുമെന്ന് മുത്തുനബി പറയുമ്പോ ആ സമയത്തും വിളിച്ചു പറയും, പോടാ നശിച്ചവരെ, പോടാ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവര്, പോടാ പടച്ചവന്റെ ശാപം കിട്ടിയവന് എന്ന് അവനെ ആട്ടിയോടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ മരിക്കുന്ന സമയത്ത് നീ എന്ന് പറയുന്നത് കാണുമ്പോ ഇബ്ലീസ് കരയുന്ന ചെറുപ്പക്കാരാ. എന്തിനാണ് കരയുന്നതെന്നറിയുമോ? അല്ലാഹു പറഞ്ഞ അടിമ ഇവനാണ്, അല്ലാഹു പറഞ്ഞ അടിമ ഇവനാണ്. പടച്ചവനെ തോറ്റുപോയല്ലോ എന്ന് ഓർത്തിട്ട് ഇബ്ലീസ് കരയുമെന്ന് മുത്തുനബി എവിടെന്ന് പറയുമ്പോ എന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാ, അങ്ങനെ ഒരു ഈമാൻ നിങ്ങൾക്ക് വേണോ? അങ്ങനെ ഒരു ഈമാൻ നിങ്ങൾക്ക് വേണോ? നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങിക്കോ, ഇന്ന് മുതൽ ദുആ ചെയ്യാൻ തുടങ്ങിക്കോ. അല്ലാഹുവേ, എന്റെ ഈമാനിലെ വർദ്ധനവ് തരണേ അല്ലാഹ്. ചോദിച്ചു കഴിഞ്ഞ നിന്റെ ഈമാൻ ഉറച്ചാല് നടുറോട് വിട്ട് തല്ലിക്കൊന്നാല് തലയിൽ പെട്രോൾ അടിച്ചിട്ട് ചത്തിച്ചാല് നിന്റെ ഈമാൻ പതറില്ലടാ പൊന്നുമോരെ. ജന്മം നൽകിയ വാപ്പ പോലും പറഞ്ഞു പറയടാ മോരെ, ഇല്ലെങ്കിൽ നിന്നെ പെട്രോൾ അടിച്ച് ജീവനോടെ കത്തിക്കുമെന്നും പറ്റ ഉപ്പ തന്നെ പൊന്നുമോനോട് പറയുകയാ, അവനെ വിളിക്കടാ ജയ് ശ്രീരാമെന്ന്, ഇല്ലെങ്കിൽ നിന്നെ ഇവരെ കൊന്നു കളയുമെന്ന് പറയുമ്പോ തന്റെ തലയിലൂടെ പെട്രോൾ ഒടിച്ചിട്ട് കത്തിക്കാൻ പോകുമ്പോ വാപ്പ പറഞ്ഞു വിളിക്കടാ, ഇല്ല ഉപ്പാ, ഇല്ല ഉപ്പാ, ഇവരെന്നെ കൊന്നാലും ഞാനത് വിളിക്കൂല. കാരണം ഞാൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനാണ്, ഞാൻ ഈമാനുള്ളവനാണ്. എന്റെ പ്രിയമുള്ളവരെ, ഉറച്ചു കഴിഞ്ഞാ പിന്നെ എങ്ങനെയാ? ഒരു പേടിയുമില്ലടാ ചെറുപ്പക്കാരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസമുണ്ടല്ലോ, പടച്ചവനെ കള്ളപ്രവാചകനെ കുറിച്ച് മുത്തുനബിയുടെ ചെവിയിലേക്ക് എത്തുകയാണ്.
പഠിച്ചവനെ മുസൈലിമ എന്ന് പറയുന്ന ഒരുത്തൻ അവൻ പ്രവാചകനാണെന്ന് വാദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചെവിയിലേക്ക് ആ വാർത്ത എത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ എടുത്തിരി അല്ലാഹുവിന്റെ റസൂലതാ സഹാബികളുടെ ഇടയിൽ നിന്നൊരു ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്. അല്ലാഹുവേ ഹബീബ് റളിയല്ലാഹു തആല യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഹബീബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സഹാബി അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹബീബേ എടുത്തു കൊണ്ടുപോയി മുസൈലിമയുടെ കയ്യിൽ കൊടുക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? നീ കൊണ്ടുപോകാൻ തയ്യാറാണോ? യാ റസൂലല്ലാഹ്, അങ്ങ് തന്നാ ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ് നബിയേ. കാരണം കള്ളപ്രവാചകനെന്ന് വാദിക്കുന്നവന്റെ മുന്നിലേക്കാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ കൊടുത്തുവിടുന്ന കത്തുമായിട്ട് കിടന്നു പോകുന്നത്. ഹബീബ് റളിയല്ലാഹു തആല അൻഹു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ടല്ലോ, ഒരു മടിയുമില്ല, ഒരു പേടിയുമില്ല. പടച്ചവനേ, മുസൈലിമയുടെ മുന്നിലേക്ക് കടന്നു ചെന്നു. മുസൈലിമ അനുയായികൾക്ക് നടുവിലിരിക്കുകയാണ്. പ്രവാചകനാണെന്ന് വാദിച്ചുകൊണ്ട് മുസൈലിമ ഇരിക്കുമ്പോ ഹബീബ് റളിയല്ലാഹു തആല തന്റെ കയ്യിൽ ഒരു മുത്തുനബി കൊടുത്തു വിട്ട എഴുത്തുമായി കടന്നു ചെന്നു. മുസൈലിമയുടെ കയ്യിലേക്ക് കൊടുത്തു. മുസൈലിമ എടുത്തു വായിക്കുകയാണ്. മുസൈലിമയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അവസാനമല്ല, ആ എഴുത്തിന്റെ താഴെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരെഴുതിയിട്ടുണ്ട്. ആ പേരങ്ങ് കാണുമ്പോ മുസൈലിമ ചോദിക്കുകയാ, മൻ മുഹമ്മദ് യാ ഹബീബ്. ഹബീബേ, ഈ മുഹമ്മദ് എന്ന് പറഞ്ഞാലാരാ? ഹബീബേ, ഈ മുഹമ്മദ് എന്ന് പറഞ്ഞാലാരാ? ആ സമയത്ത് ഹബീബ് റളിയല്ലാഹു തആല അവിടെന്ന് വിളിച്ചു പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനാണ് മുത്തുനബിയെന്ന് ഹബീബ് റളിയല്ലാഹു തആല മുസൈലിമയുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയുകയാ, ശത്രുക്കൾക്ക് നടുവിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് ഹബീബ് റളിയല്ലാഹു തആല ഇതിനോട് മുസൈലിമ ചോദിക്കുകയാ, മനിൽ മുസൈലിമ യാ ഹബീബ്. മുസൈലിമ ആരാണ് ഹബീബേ? ഹബീബ് റളിയല്ലാഹു തആല അവിടെന്ന് ചോദിക്കുകയാ, നീ എന്തേ കിടന്ന് കുരയ്ക്കുന്നത്? നീ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. പടച്ചവനെ, മുസൈലിമ രണ്ടാമതും ചോദിച്ചു, മുസൈലിമ ആരാ ഹബീബ്? അപ്പോഴും പറഞ്ഞു, നീ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ലടാ. പടച്ചവനെ, മുസൈലിമയ്ക്ക് മനസ്സിലായി കളിയാകുകയാണെന്ന്. എന്റെ പ്രിയമുള്ളവര്, അവിടെന്ന് ചെയ്തതെന്തെന്നറിയോ? അല്ലാഹുവേ, പിടിച്ചു കൊണ്ടുപോവുകയാണ്. കൈകാലുകൾ കെട്ടിയിടുകയാണ്. എന്നിട്ട് എന്റെ ചെറുപ്പക്കാരാ, പഠിപ്പിച്ച കമ്പി കൊണ്ടുവന്നിട്ട് ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുകയാ. അല്ലാഹുവേ, പഠിപ്പിച്ച കമ്പി കൊണ്ടുവന്നിട്ട് ശരീരത്തിലേക്ക് കുത്തിയിറക്കിയിട്ട് പച്ച ഇറച്ചി ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ചോദിക്കുന്നു, ഹബീബേ, മുസൈലിമയാരാ? ഹബീബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ലടാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, ശരീരത്തിൽ നിന്ന് ഇറച്ചിക്കടയിൽ ഇറച്ചി വെട്ടിയെടുക്കുന്നത് പോലെ കണ്ടിട്ടില്ലേടാ പുണ്യമോര്? അതാ കൈകാലുകളെ പടച്ചവര് ഇറച്ചിക്കടിയിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് നീ ഇറച്ചി വാങ്ങാൻ ചെല്ലുമ്പോ അതിൽ നിന്ന് മാംസങ്ങൾ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് തൂക്കിത്തരുന്നത് പോലെ ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് മുസൈലിമയുടെ അനുയായികൾ ഇങ്ങനെ ഇറച്ചി മുറിച്ചെടുക്കുകയാ. അവിടെ നിന്ന് ചോദിച്ചു, പറയടാ ഹബീബ്, ആരാടാ മുസൈലിമ? മുസൈലിമത്തുന് റസൂലുള്ളാഹ്. പറയടാ, ഞാൻ പ്രവാചകനാണെന്ന്. ആ സമയത്ത് ഹബീബ് റളിയല്ലാഹു തആല തുണ്ടമായി വെട്ടിമുറിക്കുന്ന സമയത്ത്, തന്റെ ശരീരത്തിൽ നിന്ന് പച്ച ഇറച്ചി മുറിച്ചെടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടെന്നറിയുമോ?